السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഅ്മിനീങ്ങളായ ആളുകളുടെ റൂഹ് പിടിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ മനോഹരമായ സുന്ദരമായ രീതിയിൽ അവരെ റൂഹ് പിടിക്കുന്ന ഒരവസ്ഥയെന്ന് വിശദീകരിച്ചിരുന്നത്. ഒരാളെ ഖബറിലേക്ക് വെച്ചാൽ, ഇനി പറയുന്നത് ഒരാളെ ഖബറിലേക്ക് വെച്ച ഉടനെ അവിടെ ബഹുമാനപ്പെട്ട മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം രണ്ട് മലക്കുകൾ വരും. ഹദീസിലൊക്കെ വന്നത് പ്രകാരം ചെമ്പുപാത്രത്തിന്റെ അളവുള്ള നീല കണ്ണുള്ള കറുത്ത രണ്ട് മലക്കുകളാണ് മുങ്കർ നക്കീർ അലൈഹിസ്സലാം. അവർ രണ്ടുപേരുടെയും ശബ്ദം എന്ന് പറയുന്നത് ഇടിമുഴക്കം പോലെയാണ്, ഇടി പോലെയാണ്. അവർ രണ്ടുപേരുടെയും തേറ്റപ്പല്ലുകൾ ഭൂമിയിലേക്ക് ചേരുന്നതാണ്. അവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ തേറ്റപ്പല്ലുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ചേരും. ഇത്തിരി നീളമുള്ള തേറ്റപ്പല്ലുകളുണ്ടവർ. അവരുടെ രണ്ടുപേരുടെയും അഥവാ മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം അവർ രണ്ടുപേരുടെയും വായകളിൽ നിന്നും, രണ്ട് മൂക്കിന്റെ നാസദ്വാരങ്ങളിൽ നിന്നും, രണ്ട് ചെവിദ്വാരങ്ങളിൽ നിന്നൊക്കെയും തീ പുറപ്പെടും. അങ്ങനെയുള്ള രൂപത്തിലാണ് ഇവരുണ്ടാവുക. കറുത്ത വലിയ നീലക്കണ്ണുകളുള്ള, ഇടിപോലെ ശബ്ദമുള്ള, തേറ്റകൾ ഇങ്ങനെ നീളമുള്ള, വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെയും തീ പുറപ്പെടുന്ന രൂപത്തിലാണ് അവരുടെ രൂപം. മാത്രമല്ല അവർ രണ്ടുപേരുടെ കയ്യിലും ഇരുമ്പിനാലുള്ള വലിയൊരു ദണ്ടുണ്ടാകും, ഒരു തൂണ് പോലത്തെ ഒരു ദണ്ട്. ആ ദണ്ട്, അതിന്റെ ഖനം എന്ന് പറയുന്നത് ഈ ഭൂലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും, ഭൂമി ലോകത്തുള്ള എല്ലാ ആളുകളും അതിനെ നീക്കാൻ ശ്രമിച്ചാലും ആ ദണ്ട് നീങ്ങൂല. അത്രയും ഭീമാകാരമായ ഒരു ദണ്ട് അവരുടെ കയ്യിലുണ്ടാവും, അവർ രണ്ടുപേരും. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു ഹദീസിൽ കാണാം, ഈ ദണ്ട് കൊണ്ട്, ഇവരുടെ ഈ വടി കൊണ്ട്, ഇരുമ്പ് വടി കൊണ്ട് പർവ്വതമോ മറ്റോ അടിച്ചാൽ, ചെറുതായിട്ടൊന്ന് അടിക്കുമ്പോഴേക്കും അത് ഉരുകി ഒലിച്ച് പൊട്ടിച്ചിതറിപ്പോകും. അപ്പോൾ ഇനി ഫാസിക്കായ തെമ്മാടിയായ ഒരടിമയുടെ റൂഹ് പിടിക്കുന്ന സമയം, ഫാസിക്കായിട്ടുള്ള, തെമ്മാടിയായിട്ടുള്ള, അക്രമകാരിയായിട്ടുള്ള, കള്ളനായിട്ടുള്ള, കളവ് പറയുന്നവനായിട്ടുള്ള, അള്ളാഹുവിനും അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് പ്രവർത്തിച്ചിട്ടുള്ള, കള്ളു കുടിക്കുന്ന, പരിശുദ്ധമായ നിസ്കാരത്തേക്ക് ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള ആളെ റൂഹ് പിടിക്കുന്ന രംഗം, അവന്റെ കാലാവധി എത്തിയാൽ, മരണമാസന്നമായ മരണത്തിന്റെ സമയം എത്തിയാൽ, മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം അവനിലേക്ക് ഇറങ്ങി വരികയും ആ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ അദാബിന്റെ മലക്കുകളും കൂടെ ഉണ്ടാവും, ശിക്ഷക്ക് നിയോഗിക്കപ്പെടുന്ന മലക്കുകൾ. എന്നിട്ട് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ഈ തെമ്മാടിയുടെ കൺമുന്നിൽ, കൺവെട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് കൂടെയുള്ള അദാബിന്റെ മലക്കുകളെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അടുക്കലേക്ക് പറഞ്ഞേക്കും, അസ്രായിൽ അലൈഹി സ്വലാം നിയന്ത്രിച്ചുകൊണ്ട്. ഈ അദാബിന്റെ ഈ മലക്കുകളുടെയൊക്കെ കയ്യിൽ നരകത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള തീയാലുള്ള ഒരു ചാട്ടവാറുണ്ടാവും. അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴേക്കും ഈ തെമ്മാടിയ ഈ മനുഷ്യൻ ബേജാറ് കൊണ്ട് ഇവന്റെ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളു മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോഴേക്കും
ഈ മനുഷ്യന്റെ തമ്മാടിയുടെ ശരീരത്തിൽ നിന്നും ഈ അദാബിന്റെ മലക്കുകൾ വളരെ ശക്തമായ രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ ശിക്ഷയെന്നോണം ആ ശരീരത്തിൽ നിന്നും ഇവന്റെ റൂഹിനെ ഒരു വലിയങ്ങോട്ട് വലിക്കും. പിച്ചി ചീന്തി എടുക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് ഒറ്റയടിക്ക് ആ റൂഹിനെ ഒരു കരുണയുമില്ലാതെ ശിക്ഷാരൂപത്തിൽ വലിച്ചങ്ങട്ടെടുക്കും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അവനിൽ നിന്നും ഈ റൂഹ് വലിച്ചെടുക്കുന്നത്, ഊരിയെടുക്കുന്നത് അതിനേക്കാളും മൃദുവാണ്, ചെറുതാണ്. അവനെ ഒരു വാളുകൊണ്ട് 70 വെട്ടുക. അഥവാ ഒരു വാളുകൊണ്ട് 70 വെട്ടുന്നതിനേക്കാളും ഭീകരമായിരിക്കും ഒരാളുടെ ശരീരത്തിൽ, ജീവനുള്ള ശരീരത്തിൽ ഒരു മൂർച്ചയുള്ള വാള് കൊണ്ട് 70 വെട്ടുന്നതിനേക്കാളും ഭീതിജാനകം ആയിരിക്കും, വേദനയുള്ളതായിരിക്കും ഈ റൂഹിന്റെ വലിച്ചെടുക്കൽ, ഊരിയെടുക്കൽ എന്ന് പറയുന്നത് തമ്മാടിയുടെ. അങ്ങനെ ഇവന്റെ റൂഹ് പിടിച്ചിട്ട് റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്തോ ആകുമ്പോൾ മലക്കുകൾ ഈ റൂഹിനോട് പറയും, മ്ലേച്ഛമായ തോന്നിവാസിയായ തമ്മാടിയായ ആത്മാവേ, മ്ലേച്ഛമായ ആത്മാവേ, പുറപ്പെടുക. ഈ ശരീരത്തിൽ നിന്നും അള്ളാഹുവിന്റെ കോപത്തിലേക്ക് വരിക, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് നീ വരിക. അങ്ങനെ ഈ റൂഹ് ഇവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരും. എങ്ങനെ പുറത്തേക്ക് വരും? ഒരു നനഞ്ഞ പരുത്തിയുടെ ഉള്ളിൽ അതിൻ്റെ മുള്ളോ അല്ലെങ്കിൽ അതിൻ്റെ കുരുവോ കുടുങ്ങിക്കിടക്കുന്ന പോലേക്കും അപ്പോൾ ആ റൂഹ് ഉണ്ടാവുക. നമുക്കറിയാം, ഒരു നനഞ്ഞ പരുത്തിയുടെ ഉള്ളിൽ നൂലോ ചെറിയ വടിക്കഷ്ണമൊക്കെ ഉള്ളി അല്ലെങ്കിൽ അതിൻ്റെ കുരുവോ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് അടങ്ങാറുണ്ടാവും, കൊളുത്തി വലിക്കുന്ന പോലെ ഉണ്ടാവും. ഇതുപോലെയായിരിക്കും ഇവന്റെ ശരീരത്തിൽ നിന്നും ഈ റൂഹ് കൊളുത്തി വലിക്കുന്ന പോലെ വലിച്ചു പോകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റൂഹിനോട് പറയും, ഈ ശരീരത്തോട് കൂടുതൽ ചേരാനും ചുറ്റാനും ഒന്ന് ജാഗ്രത പാലിക്കാൻ. എന്നിട്ട് ഈ മനുഷ്യന്റെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളയും, ഇവനെ അന്ധനാക്കും. അപ്പോൾ ഈ മനുഷ്യന് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, പിന്നെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഈ സമയത്ത് ഇവന്റെ ചുറ്റുഭാഗത്തും ഇവന്റെ റൂഹ് വെപ്രാളപ്പെടുകയും അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായിത്തീരുകയും ചെയ്യും. അങ്ങനെ ഇവന്റെ ശരീരം ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ ആ റൂഹിനെ, ആ മോശമായ ആ റൂഹിനെ ഇവന്റെ കൂടെ ആ ഖബറിലേക്ക് പ്രവേശിക്കാൻ, അവന്റെ ശരീരത്തിലേക്ക് കൂടെ പകുതി ഭാഗത്തിലേക്ക് വരെയും പ്രവേശിക്കാൻ അനുമതി നൽകും, കൽപ്പന നൽകും. അപ്പോൾ ആ സമയത്ത് അവന്റെ കബറിടത്തിൽ നിന്നും ആരൊക്കെ തിരിച്ചു പോകുമ്പോൾ അവരുടെയൊക്കെയും ചവിട്ടടിപ്പാടുകൾ, ചെരുപ്പിന്റെ ശബ്ദം ഈ മനുഷ്യന് കേൾക്കാൻ പറ്റും. ആളുകളൊക്കെ ഇവന്റെ ശരീരത്തിലേക്ക് മണ്ണിട്ട് അതിനുശേഷം കൈ തട്ടുന്നത്, കുടയുന്നത്, മണ്ണ് തട്ടിക്കളിയുന്നതൊക്കെയും ഈ മനുഷ്യന് കേൾക്കാം. പിന്നീട് ഇവന്റെ ഖബർ ജീവിതം എന്ന് പറയുന്നത് വളരെ വന്യമായിട്ടുള്ള, ഭീകരമായിട്ടുള്ള, വ്യസനമായിട്ടുള്ള, പ്രയാസമേറിയിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും ഖബർ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ അടുക്കിലേക്ക് ബഹുമാനപ്പെട്ട മുങ്കർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഈ മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം അവർ രണ്ടുപേരുടെയും വായകളിൽ നിന്ന് തീയാലുള്ള തീനാളം പുറപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരുടെയും കയ്യിൽ തീയാലുള്ള, നരകത്തിൽ നിന്ന് കൊണ്ടുവന്നുള്ള തീയാലുള്ള അതിൻ്റെ ഒരു ഭാഗം കൊളുത്തൊക്കെയുള്ള, ഒരു കിരീടം പോലത്തെ കൊളുത്തൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു ദണ്ട് അവരുടെ കയ്യിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ ദണ്ട് കൊണ്ട്, ആ ഇരുമ്പിന്റെ വടി കൊണ്ട് പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഉയർന്ന ഭാഗത്ത് ഒരടി അടിച്ചാൽ ആ പർവ്വതം ഒലിച്ചു പോകും, അലിഞ്ഞില്ലാതായി പോകും. അങ്ങനത്തെ ഒരുക്കി ഒലിക്കുന്ന അത്രയും കഠിനമായിട്ടുള്ള ഒരു ദണ്ട് അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം ഈ പാപിയായ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്ക്, നിന്റെ റബ്ബ് ആരാണ്?
വമാ ദീനുക്ക്, നിന്റെ ദീൻ ഏതാണെന്ന്, വമൻ നബിയുക്ക്, നിന്റെ നബി ആരാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ മനുഷ്യൻ വെപ്രാളപ്പെടുകയും വ്യസനിക്കുകയും ബേജാറാവുകയും, ഇങ്ങനൊരു ബേജാർ ഇവന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല, ഇവൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ലോകത്ത് ഒരാളും അങ്ങനെ വ്യസനിച്ചില്ല, വെപ്രാളപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു വെപ്രാളപ്പെടലായിരിക്കും ഇവൻ വെപ്രാളപ്പെടുന്നുണ്ടാകാം. എന്നിട്ട് ഈ വെപ്രാളത്തിൽ ഇവൻ ഈ 2 മലക്കുകളോട് പറയും, നിങ്ങൾ 2 പേരാണ് എൻ്റെ റബ്ബ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഈ ദണ്ട് കൊണ്ട് ഇവർ 2 പേരും ഇവൻ അടിക്കും. ഈ അടിയുടെ ആഘാതത്തിൽ ഇവൻ ഭൂമിയുടെ 40 മുഴത്തോളം ഭൂമിയിലേക്ക് താഴ്ന്നു പോകും, വളഞ്ഞ് ഒടിഞ്ഞ് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോഴേക്കും ഉടൻ തന്നെയും ഈ മലക്കുകൾ ഇവനെ ഉടനെ വലിച്ചെടുത്ത് ഭൂമിയിലെ പുറത്തേക്ക് കൊണ്ടുവരും. ഓരോ കണ്ണിമ വെട്ടുന്ന ആ നിമിഷാർദ്ധത്തിൽ, ആ സമയത്തിനുള്ളിൽ ഇവനെ വീണ്ടും പുറത്തേക്ക് വലിച്ചുകൊണ്ടുവരും. അടിയുടെ ആഘാതത്തിൽ 40 മുഴത്തോളം ഭൂമിക്കടിയിലേക്ക് അവൻ പോകും. ഉടനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും അവർ ചോദിക്കും, മൻ റബ്ബുക വമാ ദീനുക. അപ്പോഴേക്കും ഇവൻ ആദ്യം എന്താണോ പറഞ്ഞത് ആ മറുപടി തന്നെയായിരിക്കും. അഥവാ നിങ്ങളാണ്, ഈ മലക്കളെ നോക്കിയിട്ട് പറയും, നിങ്ങളാണ് എൻ്റെ റബ്ബ് എന്ന് മറുപടി പറയും. എന്നിട്ട് അവൻ പറയും, എനിക്ക് നിങ്ങൾ 2 പേരല്ലാത്ത വേറെ റബ്ബിനും അറിയില്ല എന്നാണ് ഈ കാഫറിന്റെ തമ്മാടിയുടെ സംസാരം. അപ്പോഴേക്കും ഈ 2 മലക്കുകളും അവന്റെ ഖബറിനെ ഇടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ചീർപ്പിന്റെ അവിടത്തേക്ക് ഒരു കുന്തം കയറ്റുന്നുണ്ട്, അഥവാ ഒരു ചീർപ്പ് പരസ്പരം ഇതുപോലെ ചേർത്ത് കയറ്റുന്നത് പോലെ ഈ വാരിയല്ലുകളൊക്കെ കയറുന്ന രീതിയിൽ അവന്റെ ഖബറിനെ ഈ മലക്കുകൾ ഇടുക്കി കളയും. എന്നിട്ട് അവന്റെ അടുക്കിലേക്ക് പാമ്പുകളെയും തേളുകളെയും കുരങ്ങുകളെയും പന്നികളെയും പുഴുക്കളെയും ചെതലുകളെയൊക്കെയും കൊണ്ടുവന്ന് അവർക്ക് ഇവനെ കീഴ്പ്പെടുത്തി കൊടുക്കും. അഥവാ അവരൊക്കെ വന്നിട്ട് ഇവന്റെ ശരീരത്തിലുള്ള മാംസങ്ങളൊക്കെയും തിന്നുകയും കൊത്തിവലിക്കുകയും ചെയ്യും. ഈ സമയത്ത് അവന്റെ തലയുടെ ഭാഗത്ത് ഒരു വാതിൽ തുറക്കപ്പെടും. ആ വാതിൽ നരകത്തിൽ നിന്നുള്ള ഒരു വാതിലായിരിക്കും. എന്നിട്ട് ആ മലക്കുകൾ ബഹുമാനപ്പെട്ട മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം അവനോട് പറയും, നീ ഇതാ നോക്ക്, ഇതിലൂടെ നീ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള അദാബ്, ശിക്ഷ ഇതാ നീ കാണൂ, കണ്ണിറയെ കാണൂ എന്ന് ഈ മലക്കുകൾ ഇവനോട് പറയും. എന്നിട്ട് ആ ഭാഗത്തുകൂടെ, ആ നരകത്തിന്റെ വാതിലിലൂടെ നരകത്തിന്റെ തീനാളങ്ങൾ, അതിന്റെ നാളങ്ങൾ ഇവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോഴേക്കും അവന്റെ അടുക്കിലേക്ക് ഒരു മ്ലേച്ഛമായ, മോശമായ, വൈരൂപ്യമുള്ള ഒരു മുഖവുമായിട്ടൊരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. വളരെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് അള്ളാഹു, ഈ മനുഷ്യൻ ഇയാളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയും, നിനക്ക് അള്ളാഹു ഇതിന് ഷർറ് പ്രതിഫലം നൽകട്ടെ, ഷർറ് നൽകാൻ സമ്മാനം നൽകട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും, ഈ തെമ്മാടിയായ മനുഷ്യൻ, ഈ ഖബറിലേക്ക് വന്ന ഈ ദുർഗന്ധമുള്ള വിരൂപിയായിട്ടുള്ള ഈ മനുഷ്യനോട് ചോദിക്കും, നീ ആരാണ്? നിന്നേക്കാളും മോശമായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ വന്ന ഈ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ അമലാണ്, നീ ഒരു ജീവിതകാലത്ത് ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടിയില്ലേ, ആ തിന്മകളാണ് ഞാൻ എന്ന് ഈ വന്ന വിരൂപമായ ദുർഗന്ധമുള്ള ഈ മനുഷ്യൻ രൂപം പറയും. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ദുർഗന്ധമുള്ള ഇവന്റെ മോശമായ അമലുകൾ ഈ മനുഷ്യനായിരിക്കും ഇവനക്ക് കൂട്ടുണ്ടാവുക. ബഹുമാനപ്പെട്ട പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു മനുഷ്യനെ അവന്റെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചാൽ, ഒരു മനുഷ്യനെ അവന്റെ ഖബറിൽ വെച്ചാൽ, മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം, മലക്ക് മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പേ ഒരു മലക്ക് അവന്റെ അടുക്കിലേക്ക് വരുമത്രേ. ഒരാളെ ഖബറിൽ വെച്ചാൽ മുങ്കർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചെയ്യാൻ വരുന്നതിന് മുമ്പേ ഒരു മലക്ക് അവന്റെ ഖബറിൽ അവന്റെ അടുക്കിലേക്ക് വരും. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള റോമാൻ എന്ന പേരുള്ള ഒരു മലക്ക് അവന്റെ അടുക്കിലേക്ക് വരും. അത്രയും സൗന്ദര്യമുള്ള വെട്ടിത്തിളങ്ങുന്ന. എന്നിട്ട് അവന്റെ അടുക്കിലേക്ക് വന്നിരിക്കും. എന്നിട്ട് അവനോട് പറയും, നീ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും തിന്മകളും എഴുതുക. അപ്പോൾ ഈ ഖബറിലുള്ള ഖബറാളിയായി മനുഷ്യൻ ചോദിക്കും,
ഞാൻ എന്തുകൊണ്ട് ആണ് എഴുതേണ്ടത്? എൻ്റെ കയ്യിൽ പേനയില്ലല്ലോ, എൻ്റെ കയ്യിൽ പേനക്കുപ്പിയില്ലല്ലോ, മഷിക്കുപ്പിയില്ലല്ലോ, മഷിയില്ലല്ലോ, പേനയില്ലല്ലോ, മഷിക്കുപ്പിയില്ലല്ലോ, മഷിയും ഇല്ലല്ലോ എന്ന് ഈ മനുഷ്യൻ ഈ മലക്കിനോട്, റൂമാൻ മലക്കിനോട് പറയും. അപ്പോൾ ഈ മലക്ക് ഇവനോട് പറയും, നിന്റെ തുപ്പുനീരാണ്, വായിലുള്ള തുപ്പുനീരാണ് നിന്റെ മഷി, നിന്റെ കൈയാണ്, നിന്റെ വിരലാണ് പേന. അപ്പോൾ ഇവൻ ചോദിക്കും, ഞാൻ ഏതിലാണ് എഴുതേണ്ടത്? എൻ്റെ കയ്യിൽ അതിന് ഏടുകളും പേപ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് റൂമാൻ മലക്ക് അവന്റെ കഫംപുടയിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അവന് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഏത് ഉക്തും, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളൊക്കെയും രേഖപ്പെടുത്തുക. നിന്റെ ഉമനീര് കൊണ്ട്, നിന്റെ വിരലാകുന്ന പേന കൊണ്ട് കഫംപുടയാവുന്ന പേജിൽ നീ എഴുതുക. അങ്ങനെ അവൻ ചെയ്ത നന്മകളൊക്കെ ഇങ്ങനെ എഴുതും. നന്മകൾ എഴുതി തിന്മയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവൻ അത് എഴുതാൻ ലജ്ജിക്കും. തിന്മ എഴുതാൻ അവർക്ക് കഴിയില്ല, അവനക്ക് നാണം. അപ്പോൾ ഈ മലക്ക് അവനോട് പറയും, തിന്മ ചെയ്തവനെ, തെറ്റ് ചെയ്തവനെ, നീ ദുനിയാവിൽ വെച്ച് അത് ചെയ്തു, എന്നിട്ട് ദുനിയാവിൽ ലജ്ജയില്ലാതെ, അള്ളാഹുവിൽ ലജ്ജിക്കാതെ ഈ തിന്മകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് ഇത് എഴുതാൻ നീ ലജ്ജിക്കുകയാണോ എന്ന് ഈ മലക്ക് ഇവനോട് ചോദിക്കും. എന്നിട്ട് അവന്റെ അടുക്കലേക്ക് ആ റോമാൻ മലക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ വലിയ വടി, ഇരുമ്പിന്റെ ദണ്ട് അവനിലേക്ക് ഉയർത്തും. അപ്പോൾ അവൻ കരുതും അവൻ അടിക്കാനാണെന്ന്. അടിക്കാൻ വേണ്ടിയിട്ട് ഈ മലക്ക് ഓങ്ങുന്ന സമയത്ത് അവൻ ഈ മലക്കിനോട് പറയും, എന്നെ ഒന്ന് വിട്ടുതരണേ, ഞാൻ എഴുതാം. അങ്ങനെ മലക്ക് അവൻ അടിക്കാതെ ഉപേക്ഷിക്കും. അങ്ങനെ അവൻ എല്ലാ തിന്മകളും ആ കഫംപുടവയിൽ അവന്റെ വിരലുകൊണ്ട് അവന്റെ ഉമനീർ ചേർത്ത് എഴുതും. എന്നിട്ട് അതിനെ പൂർത്തീകരിച്ച ശേഷം അവനോട് റൂമാൻ മലക്ക് പറയും, കൽപ്പിക്കും അത് ഹത്മ ചെയ്യാൻ, അത് സീൽ ചെയ്യാൻ. അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ എന്തുകൊണ്ടാണ് സീൽ ചെയ്യേണ്ടത്, ഇത് അവസാനിപ്പിക്കേണ്ടത്? എൻ്റെ കയ്യിൽ സീലൊന്നുമില്ലല്ലോ. അപ്പോൾ അവനോട് മലക്ക് പറയും, നിന്റെ നഖമുണ്ടല്ലോ, അതാണ് അതിന്റെ സീൽ. അങ്ങനെ അവന്റെ കയ്യിൽ നിന്നുള്ള നഖം പറിച്ചെടുത്തിട്ട് അത് അവിടെ ഒട്ടിക്കും, വെക്കും. എന്ന് വെച്ചിട്ടാണ് സീൽ ചെയ്യുന്നത്, ബന്ധിച്ചിട്ട്. അങ്ങനെ ഈ ഏട്, ഇവൻ എഴുതിയ നന്മ തിന്മകളൊക്കെയും എഴുതിയ ഏട് ഖിയാമത്ത് നാൾ വരെ ഇവന്റെ ഊനുക്കിൽ, ഇവന്റെ പിരടിയിൽ തൂക്കിയിടും. എന്നിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അവന്റെ ഏടുകൾ, ഈ എഴുത്ത്, ഈ കിതാബ് അവനോട് വായിക്കാൻ പറയും. അങ്ങനെ അവന്റെ നന്മകളൊക്കെ വായിക്കും. അങ്ങനെ വായിച്ച് അവന്റെ തിന്മകളിലേക്ക് എത്തുന്ന സമയത്ത് അവന് വായിക്കില്ല, അവൻ മൗനം പാലിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, എന്തുകൊണ്ട് വായിക്കുന്നില്ല? അപ്പോൾ അവൻ അള്ളാഹുവിനോട് പറയും, അത്രേ, അള്ളാഹുവേ, ഞാനിത് വായിക്കാൻ ലജ്ജിക്കുന്നു, എനിക്കിത് വായിക്കാൻ ലജ്ജ തോന്നുന്നു റബ്ബേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, നീ ദുനിയാവിൽ വിട്ട് എനിക്കെതിരെ പ്രവർത്തിച്ച് പാപങ്ങൾ ചെയ്തു, എന്നിട്ട് ഇപ്പോൾ എന്നിൽ ലജ്ജിക്കുകയോ? ഇപ്പോൾ തൻ അടിമ എത്ര ഖേദിച്ചാലും അവന്റെ ഖേദത്തിന് യാതൊരു ഉപകാരവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൾ വിളിച്ചു പറയും, ഖുദൂ ഫഉല്ലൂ സുമ്മൽ ജഹീം സല്ലൂ. സൂറത്തുൽ ഹാക്കയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ പിടികൂടി ബന്ധിക്കുക, അവനെ കത്തിയാളുന്ന നരകത്തിലേക്ക് ചേർക്കുക, ഇടുക എന്ന് മലക്കുകളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമത്രേ. മറ്റൊരു ഹദീസിൽ കാണാം, മുഅ്മിനായ ഒരടിമ അവനെ അവന്റെ ഖബറിൽ വെച്ചാൽ അവന്റെ അടുക്കലേക്ക് മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം വരും. എന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അവന്റെ നിസ്കാരം അവരോട് പറയുമത്രേ, ഈ മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരം ഈ മുങ്കർ നക്കീർ അലൈഹിമുസ്സലാമിനോട് പറയുമത്രേ, ഈ ഭാഗത്തുകൂടി നിങ്ങൾക്ക് പ്രവേശിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല. കാരണം ഈ മുഅ്മിനായ മനുഷ്യൻ, ഈ ഖബറിൽ കിടക്കുന്ന ഈ മുഅ്മിനായ മനുഷ്യൻ രാത്രിയിലും പകലിലും ഈ ഭാഗത്തെ ഭയന്നുകൊണ്ട്, ഈ ഭാഗത്തെ ശിക്ഷ ഭയന്നുകൊണ്ട്, നരകത്തിലേക്ക് അകപ്പെടുന്നുമെന്നൊക്കെ ഭയപ്പെടുന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുകൂടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല.
അങ്ങനെ മുങ്കർ നക്കീർ അലൈഹിസ്സലാം അവന്റെ ഈ മുഅ്മിനായ മനുഷ്യന്റെ രണ്ട് കാലിന്റെ ഭാഗത്തേക്ക് വരും. അപ്പോൾ അവന്റെ അടുക്കൽ അവിടുന്ന് പറയും, ഈ ഭാഗത്തുകൂടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല, കാരണം ഈ കാലുകൊണ്ട് അവൻ പള്ളിയിലേക്ക് നടന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയെ ഭയാനകതയെ ഭയാനകതയെ ഭയന്നുകൊണ്ടിട്ട് പേടിച്ചിട്ട് വെപ്രാളപ്പെട്ടിട്ട് അയാൾ എപ്പോഴും പള്ളിയിലേക്ക് നടന്ന് പള്ളിയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ഈ കാലുകൊണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുകൂടി പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മലക്കുകൾ മുങ്കർ നക്കീർ അലൈഹിസ്സലാം അവന്റെ രണ്ട് കണ്ണിന്റെ ഭാഗത്തേക്ക് വരും. അപ്പോൾ കണ്ണിന്റെ അവിടുന്ന് വിളിച്ചു പറയും, നിങ്ങൾക്ക് ഈ ഭാഗത്തുകൂടി പ്രവേശിക്കാൻ കഴിയില്ല, കാരണം ഈ മനുഷ്യൻ ഈ കണ്ണുകൊണ്ട് ഒരുപാട് നന്മകൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് ഒരുപാട് നന്മകൾ, അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ. ഈ ഒരു അവസ്ഥ വരും ഭയാനകതകളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് ഒരുപാട് നന്മകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെ പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മുങ്കർ നക്കീർ അലൈഹിസ്സലാം ഈ മുഅ്മിനായ മനുഷ്യന്റെ വലതുഭാഗത്തേക്ക് വരും. അപ്പോൾ വലതുഭാഗത്തുനിന്ന് പറയും, ഈ ഭാഗത്ത് കൂടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല, കാരണം ഈ അവസ്ഥ ഇവന് പേടിച്ചിട്ട് ജാഗ്രത പാലിച്ചുകൊണ്ട് ഇവൻ ഒരുപാട് സദക്കകൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടി വലതുഭാഗത്തു കൂടി ഒരുപാട് സദക്കകൾ ചെയ്തിട്ടുണ്ട്. ഇടതുഭാഗത്തേക്ക് വരുമ്പോൾ അവനോട് നോമ്പ് പറയും, ഈ ഭാഗത്തു കൂടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല, കാരണം ഈ അവസ്ഥയെ മുൻകൂട്ടി കണ്ട് ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ജീവിതകാലത്ത് ഒരുപാട് വിശന്നിട്ടുണ്ട്, ഒരുപാട് ദാഹിച്ചിട്ടുണ്ട്, അങ്ങനെ നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തു കൂടിയും പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ അപ്പോഴേക്കും ഉറക്കിൽ നിന്നും ഉണരുന്നത് പോലെ അവൻ ഉണരും, ഈ മുഅ്മിനായ മനുഷ്യൻ. അപ്പോൾ ഈ മുങ്കർ നക്കീർ അലൈഹിസ്സലാം ഈ മനുഷ്യനോട് ചോദിക്കും, മുഅ്മിനായ മനുഷ്യനോട്, നിങ്ങൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഈ മനുഷ്യൻ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, ഞാൻ അല്ലാഹുവിന്റെ ദൂതരായ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നു എന്ന് മനുഷ്യൻ ഈ മുഅ്മിനായ മനുഷ്യൻ മുങ്കർ നക്കീർ അലൈഹിസ്സലാമിനോട് പറയും. അപ്പോൾ ഈ രണ്ട് മലക്കുകൾ ഈ മനുഷ്യനോട് പറയും, നീ ഉറങ്ങുക, കുന്ത മുഅ്മിന, നിങ്ങൾ മുഅ്മിനാണ്, നിങ്ങൾ മുഅ്മിനായ മനുഷ്യനാണ്, നിങ്ങൾ ഉറങ്ങിക്കോളൂ. എന്നിട്ട് ഈ മനുഷ്യൻ മണവാളൻ മണിയറയിൽ ഉറങ്ങുന്നത് പോലെ സുഖസുന്ദരമായി സൗകര്യത്തിൽ സുന്ദരമായിട്ട് അവൻ ഉറങ്ങും. അങ്ങനെ അപ്പോഴേക്കും ബഹുമാനപ്പെട്ട മുങ്കർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ഇവനിൽ നിന്നും പിന്തിരിഞ്ഞു പോകും. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സർവശക്തൻ നമ്മെ മുഅ്മിനീങ്ങളിൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.